ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ പറഞ്ഞതുപോലെ ഒരു അച്ചുതണ്ടിന് ചുറ്റും കറങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ വി ഡി സതീശൻ ഒരു നേതാവാകുന്നു. വി ഡി സതീശന് ചുറ്റും നേതാക്കൾ അണിനിരക്കുന്നുണ്ട്. അവർ വിജയിച്ച് കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ അച്ചുതണ്ട് തന്നെയാണല്ലോ വേറൊരു രൂപത്തിൽ സരിൻ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ആ രൂപത്തിലേക്കാണോ കോൺഗ്രസ് പോകുന്നത്? സ്മൃതി, ഇതിനകത്ത് നമ്മളിപ്പോൾ ഇത്രയും പേർ പങ്കെടുത്ത കഴിഞ്ഞ ഒരു ചർച്ചയിൽ ഒരു ഏകദേശം അതിൻ്റെ ഉപരിതലം വ്യക്തമായി. പക്ഷേ എനിക്ക് വ്യക്തമായ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് എനിക്ക് വിരൽ ചൂണ്ടാനുണ്ട്. ബഹുമാനപ്പെട്ട ആനന്ദ് കൊച്ചുകൂടിയും ജോർജ് പടിപ്പാറയും പറഞ്ഞത് നിശ്ചിതമായി ചാണ്ടി ഉമ്മനെ വിമർശിച്ചുകൊണ്ടാണ്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. കോൺഗ്രസിൽ ഒരു വിമത ശബ്ദം ഉയർത്തി എന്ന് കരുതി ഒരു കോൺഗ്രസ് നേതാവിനും അപഭ്രംശം സംഭവിച്ചിട്ടില്ല. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അടിയന്തരാവസ്ഥക്കാലത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിക്കെതിരെ ആഞ്ഞടിച്ച AK ആൻ്റണി, ഗോഹട്ടി സമ്മേളനത്തിൽ വെച്ച് ആഞ്ഞ പ്രസ്താവന നടത്തിയ ആൻ്റണിയെ കോൺഗ്രസ് നേതാക്കൾ വാഴ്ത്തുകയായിരുന്നു. സ്മൃതി, ഓർക്കണം. പക്ഷേ അതിന് സമ്മാനമല്ല ഇത്. ഒരിക്കലും ഞാനത് സമ്മാനമായിട്ട് പറയുകയല്ല. പക്ഷേ എന്തുകൊണ്ടാണ് ചാണ്ടി ഉമ്മനിങ്ങനെ പറയുന്നത് എന്ന് ഓർക്കണം. ഞാനൊന്ന് പറയട്ടെ. ചാണ്ടി ഉമ്മനെ അങ്ങനെ വളർത്താൻ വിടണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസിൽ ഇല്ലേ? ഉണ്ട്. പണ്ട് കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരൻ ഇതുപോലെ MP ആയി സേവാദൾ പ്രസിഡൻ്റായിട്ട് MP ആയിട്ട് വന്നപ്പോഴും ഇതേപോലെയുള്ള സമാനമായ ഒരു നീക്കം നടന്നതാണെന്ന് ഓർക്കണം. കെ കരുണാകരൻ്റെ മകൻ കെ മുരളീധരനെതിരെ അന്നും പ്രയോഗമുണ്ടായിരുന്നു. എന്താണെന്നറിയാമല്ലോ? കിങ്ങിണിക്കുട്ടൻ പ്രയോഗം. എൻ്റെ ഓമനക്കുട്ടനെ എണ്ണ തേപ്പിക്കുവാൻ. ആ കവിത പാട്ട് ഓർക്കുന്നുണ്ടല്ലോ. PT തോമസ് KPCC യോഗത്തിൽ കരുണാകരൻ്റെ മുഖത്ത് നോക്കി ചൊല്ലിയതാണ്. അത് ഓർക്കണം. അങ്ങനെയുള്ള നാളുകളിൽ കോൺഗ്രസ് നേതൃത്വം സീറ്റ് കൊടുക്കുകയും ചെയ്തു. അതെ, സ്മൃതി, യു സെഡ് ഇറ്റ്. അത് തന്നെ. അല്ല, അത് PT തോമസ് കൊടുത്തല്ലേ കേട്ടോ. തെറ്റ് ഞാൻ കാണുന്നില്ല. തിരുത്തൽവാദിയായ G സുധാകരന്റെ മകനും സീറ്റ് കൊടുക്കുന്നു. അങ്ങനെ സംഭവിച്ചു. കോൺഗ്രസ് അത് സംഭവിക്കുന്നുണ്ട്. അതെ, അങ്ങനെ സംഭവിച്ചു. അല്ല, ഞാൻ പറയാം, ഇത് സമാനമായ വേറൊന്നും കൂടെ നടന്നു. നമ്മുടെ ആര്യടൻ മുഹമ്മദ് ആന്റണി ഉമ്മൻചാണ്ടിയുടെയും കെ കരുണാകരൻ ഉമ്മൻചാണ്ടിയുടെയും ഞാൻ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ഷൗക്കത്ത് ആര്യാടനെതിരെ ഇതുപോലെ നീക്കം നടക്കുന്നുണ്ട്. ഇപ്പോഴും നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ ഷൗക്കത്തിനെ തോപ്പിച്ചതാരാ? സ്മൃതി, കോൺഗ്രസ്സുകാരാണ് തോപ്പിച്ചത്. ആര്യാടൻ്റെ മകൻ. ആര്യാടനെ പോലെ കരുത്തനായ ഒരു നേതാവ് ഇനിയും കോൺഗ്രസിൽ വേണ്ട. ഇനി ഞങ്ങളൊക്കെ ഒന്ന് വളരട്ടെ എന്ന് കരുതുന്ന രാഷ്ട്രീയ നേതാക്കൾ മലപ്പുറം ജില്ലയിലും വണ്ടൂരിലും നിലമ്പൂരിലും ഒക്കെ ഉണ്ട്. സ്മൃതി, അതായത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ കഴിയൂ എന്നൊരു കാര്യം കൂടിയുണ്ട്. അവിടെയാണ് പാർട്ടി താഴെത്തട്ടി വളരേണ്ടതിന്റെ കാര്യവും പുനഃസംഘടനയുടെ വിഷയമൊക്കെ വരുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, പുനഃസംഘടനയില്ലെങ്കിൽ താഴെത്തട്ടിലില്ല, താഴെത്തട്ടിൽ പാർട്ടിയില്ല. നേതൃത്വം അത് തന്നെ. കോൺഗ്രസിൽ ജൈവപരമായൊരു വളർച്ച ഉണ്ടാവണം, സംഘടനാ വളർച്ച ഉണ്ടാകണം. അത് ഇന്നത്തെ നേതൃത്വത്തിന് കഴിയുമ്പോൾ ഞാൻ വി ഡി സതീശനെ ഒരിക്കലും ചെറുതാക്കുന്നില്ല. വി ഡി സതീശൻ സമർത്ഥനായ നേതാവാണ്, കാര്യപ്രാപ്തിയുള്ള നേതാവാണ്, തന്ത്രജ്ഞാനമുള്ള നേതാവാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പുകളിലൂടെ, ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ തീർച്ചയായിട്ടും. പക്ഷേ കോൺഗ്രസ് എന്ന സംഘടന ശക്തിപ്പെടണം. അത് ഈ നേതൃത്വത്തിന്റെ കീഴിൽ പറ്റും എന്നെനിക്ക് ചിന്തയില്ല. പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് കുറച്ചുകൂടി ആരോഗ്യമുള്ള നേതാവ് വേണം എന്നാഗ്രഹിക്കുന്നത് കെ സുധാകരനെതിരായ നീക്കമല്ല. ഓടി നടന്ന് കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന അല്പം ഊർജ്ജമുള്ള ഒരു നേതാവ് വേണമെന്ന് ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ഈ ഗ്രൂപ്പ് ഒന്നും ഇല്ലാത്ത ആളുകൾ പറയുന്നു. ആരോഗ്യമല്ല സ്മൃതി, ആരോഗ്യമല്ല. കുറച്ചും കൂടെ ബുദ്ധിയും ശക്തിയും തന്ത്രശാലിയായ ഒരു നേതാവാണ്
കോൺഗ്രസിന്റെ പ്രതികരണങ്ങളിൽ നേതാവായിട്ട് ആവശ്യം. പാളിച്ച വരുത്താത്ത ഒരു നേതാവ് കൂടി വേണം. എന്തു പറയുമെന്ന് ഭയക്കേണ്ടതില്ലാത്ത, എന്ത് പറയും എന്ന് ബാക്കിയുള്ളവർ ഭയക്കുന്ന ഒരു സാഹചര്യം അല്ല, ഉണ്ടല്ലോ. എനിക്കൊരൊറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം സ്മൃതി ഒറ്റ വാചകം കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ആർക്കാണ് ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മനെ പേടി? ഒരൊറ്റ ചോദ്യമാണ്. ആ പേടിയിൽ നിന്നാണ് ഷൗക്കത്ത് ആര്യാടനെ പേടിക്കുന്നവർ, കെ മുരളീധരനെ പേടിച്ചിരുന്നവർ, പക്ഷെ ചാണ്ടി ഉമ്മനെതിരെ അങ്ങനെ ഒരു പടനീക്കമുണ്ടോ? ശ്രീ ജേക്കബ് ജോർജ്, ചാണ്ടി ഉമ്മനെതിരെ അങ്ങനെ ഒരു പടനീക്കമുണ്ടോ? ചാണ്ടി ഉമ്മൻ സ്വയമായിട്ടുണ്ടാക്കുന്ന ഒരു പ്രതികരണങ്ങളും വിവാദങ്ങളും അല്ലാതെ അങ്ങോട്ട് ചാണ്ടി ഉമ്മനെതിരെ നീക്കമുണ്ടോ? ചാണ്ടി ഉമ്മൻ അങ്ങനെ വളരണ്ട. ചാണ്ടി ഉമ്മൻ അങ്ങനെ വളരണ്ട. ഉമ്മൻചാണ്ടിയുടെ ലെഗസി ഇനി കോൺഗ്രസിൽ വേണ്ട. ഉമ്മൻചാണ്ടിക്കെതിരെ പണ്ട് കെ കരുണാകരൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയപ്പം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ പറഞ്ഞ വാചകം ഞാൻ ഇപ്പോഴും ഓർമ്മിപ്പിക്കുന്നില്ല, ഞാനത് ആവർത്തിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഭയങ്കരമാണ്. അന്നൊക്കെ ഞങ്ങളൊക്കെ എഴുതിയതാണ് സ്മൃതി. ശരി, ഒറ്റ കാര്യമുള്ളൂ. 25,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ചാണ്ടി ഉമ്മൻ അവിടെ ജയിച്ചു. അവിടെ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്ന വികാരമുണ്ടായിരുന്നു, സഹതാപ തരംഗമുണ്ടായിരുന്നു. വിജയിച്ച് MLA ആയ ശേഷം അദ്ദേഹം ഇങ്ങനെ വല്ലാതെ വളർന്നുകൊണ്ട് അല്ലെങ്കിൽ ശക്തമായി പ്രവർത്തിച്ചുകൊണ്ട് കാണിച്ചിട്ടുള്ള എന്തെങ്കിലും ഉദാഹരണങ്ങളുണ്ടോ? ഒന്നും കണ്ടില്ല ഈ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളല്ലാതെ. എന്തൊക്കെയായാലും ചാണ്ടിയമ്മനെതിരെ ഒരു നീക്കം നടക്കുന്നുണ്ട്, ചാണ്ടിയമ്മൻ്റെ കൂടെയുള്ളവർക്കെതിരെ ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളത് സ്പഷ്ടമാണ്. അത് ശരിക്കും ഉൾക്കൊള്ളേണ്ടത് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. എല്ലാവരെയും നേതാക്കളെയും, ഒരു നേതാവും അല്ലല്ലോ കോൺഗ്രസിന് വേണ്ടത്. അവിടെയാണ് സരിൻ പറയുന്ന അച്ചുതണ്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള സംശയം. സരിൻ പറഞ്ഞ ഒരു സംഘം നേതാക്കൾ മാത്രം, VD സതീശനൊപ്പം നിൽക്കുന്ന കുറച്ച് യുവ നേതാക്കളും എന്ന രൂപത്തിലേക്ക് പാർട്ടി മാറുന്നു എന്ന പ്രശ്നം ഉദിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.